അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കുന്നത്. സ്വഹാബാക്കളിൽ നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അത് അഹ്ലുസുന്നയുടെ ഇജ്മാ ആണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പല ആളുകളുടെ ചരിത്രവും അവരുടെ വിവരങ്ങളും ഒക്കെ നമുക്കറിയാം. എന്നാൽ നമ്മുടെ നേതാക്കന്മാരെ പറ്റി, നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കളെ പറ്റി പലപ്പോഴും ആളുകൾ അറിവില്ല എന്നത് ദുഃഖകരമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ ഇബ്നു അംർ ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തൈം ഇബ്നു മുറ. അബ്ദുല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്, ഉസ്മാൻ എന്നതാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്. അതിൽ മുറ എന്ന വല്ലിപ്പ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയുമായി കൂട്ടിമുട്ടുന്നുണ്ട്. ആറാമത്തെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആറാമത്തെ വല്ലിപ്പയായി വരുന്ന വ്യക്തിയാണ് മുറ. അത് പ്രവാചക പരമ്പരയിൽ അദ്ദേഹം കൂട്ടിമുട്ടുന്നു. നബി കുടുംബവുമായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ള ബന്ധം അതാണ്. ഉപ്പയുടെ പേര് നമ്മൾ പറഞ്ഞു, ഉസ്മാൻ. അബൂ കുഹാഫ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹം സ്വഹാബിയാണ്. അതുപോലെ തന്നെ ഉമ്മ സൽമ ബിൻത് സ്വഹർ, അവർ ഉമ്മുൽ ഖൈർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. അവരും സ്വഹാബിയാണ്. ഒന്നാമത്തെ ഭാര്യ ഖുത്തൈല. ആ ഖുത്തൈലയിലുള്ള മക്കളാണ് മഹദി, അസ്മ ബിൻത് അബീബക്കർ, അതുപോലെ അബ്ദുല്ലാഹി ബിൻ അബീബക്കർ. ഇവർ രണ്ടുപേരും ഒന്നാമത്തെ ഭാര്യയിലുള്ളതാണ്. രണ്ടാമത്തെ ഭാര്യ ഉമ്മു റൂമാൻ, അതിലാണ് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി, നമ്മുടെ ഉമ്മ, വിജ്ഞാനത്തിന്റെ 4-1 നമുക്ക് പഠിപ്പിച്ചു നൽകിയ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിലുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ. മൂന്നാമത്തെ ഭാര്യ അസ്മ ബിൻത് ഉമൈസ്. ഈ അസ്മ റളിയല്ലാഹു തആല അൻഹയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വസിയത്ത് ചെയ്തിരുന്നു, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ നീ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്തിരുന്നു. അവരിലുള്ള കുട്ടിയാണ് മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ നാലാമത്തെ ഭാര്യയാണ് ഹബീബ ബിൻത് ഖാരിജ. അതിലുള്ള കുട്ടിയാണ് ഉമ്മു കുൽസൂം. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന സമയത്ത് ഹബീബ റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായിരുന്നു. ആ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എൻ്റെ കാലശേഷം നിന്റെ 3 സഹോദരന്മാരെയും 2 സഹോദരിമാരെയും നീ നല്ല രൂപത്തിൽ നോക്കണം എന്ന ഉപദേശം ഉപ്പ മകൾക്ക് നൽകുന്നുണ്ട്. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഒരു സഹോദരിയാണുള്ളത്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ അവർ ഹബീബ റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയാണ് ഉമ്മു കുൽസൂം എന്ന പേരിൽ പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പല പേരുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ബക്കർ, യഥാർത്ഥത്തിൽ ബക്കർ എന്നൊരു കുട്ടി അദ്ദേഹത്തിനില്ല. ബക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മുന്തിയ ആണൊട്ടകത്തിന് പറയുന്ന പേരാണ്. ബനൂ തൈം ഗോത്രക്കാരുടെ നേതാവാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആ നേതൃത്വത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ആലങ്കാരികമായി കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച പേരാണ് അബൂബക്കർ എന്നുള്ളത്. അതുപോലെ തന്നെ അസ്സുദ്ദീഖ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തിയ സ്വഹാബി. ഒട്ടും സംശയിച്ചു നിൽക്കാതെ, ഒരു സെക്കൻഡ് പോലും കാത്തു നിൽക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട താമസം ആ കാര്യങ്ങൾ സത്യപ്പെടുത്തിയ വ്യക്തിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ലഭിച്ച പേരാണ് അസ്സുദ്ദീഖ് എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ പേര് പലതവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ടുണ്ട്. ആദ്യമായി ഇസ്ലാം കേട്ട ഉടനെ ആ ഇസ്ലാം അദ്ദേഹം സത്യപ്പെടുത്തി. ജാഹിലിയത്തിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ശിർക്ക് ചെയ്തിട്ടില്ല, അദ്ദേഹം മദ്യപിച്ചിട്ടില്ല. ഉപ്പ അദ്ദേഹത്തിന് വേണ്ടി റൂമിൽ ഒരു വിഗ്രഹത്തെ ഒരുക്കി കൊടുക്കുകയും അതിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു, വിഗ്രഹങ്ങളെ, നിങ്ങൾ യഥാ എനിക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം നൽകുക.
എനിക്ക് വസ്ത്രം നൽകുക. മറുപടി നൽകാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ വിഗ്രഹങ്ങളെ തച്ചുടച്ച് എനിക്ക് ഭക്ഷണം നൽകാത്ത, അന്നം നൽകാത്ത, വസ്ത്രം നൽകാത്ത ഈ വിഗ്രഹങ്ങളോട് അബൂബക്കർ പ്രാർത്ഥിക്കുകയില്ല എന്ന് ശക്തമായ ശിർക്കിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ജാഹിലിയത്തിൽ തന്നെ അദ്ദേഹം പ്രകടമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ജാഹിലിയത്തിൽ ശിർക്കില്ല, തോന്നിവാസങ്ങളില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളോട് ഏറെ സാദൃശ്യമുള്ള സ്വഹാബിയായിരുന്നു അദ്ദേഹം. ഓരോ കാര്യങ്ങളും അദ്ദേഹം സത്യപ്പെടുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത. സ്വഹാബാക്കളോടാണ് പറയുന്നത്, എന്നെ നിങ്ങളിലേക്ക് അള്ളാഹു അയച്ചപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞത് നീ പറയുന്നത് കളവാണ്. വഖാല അബൂബക്കർ സ്വദഖ്. അബൂബക്കർ, എന്റെ അബൂബക്കർ, അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ ഞാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു. വവാസാനി ബിനഫ്സിഹി വമാലി. ആ സത്യപ്പെടുത്തൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ നഫ്സുകൊണ്ട്, അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ആ വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ അറിയിച്ചപ്പോൾ മക്കയിൽ കാട്ടുതീ പോലെ ആ വാർത്ത പടരുകയാണ്. മുശ്രിക്കീങ്ങൾ പരിഹസിക്കാൻ തുടങ്ങി. ഇതാ ഞങ്ങൾ പറഞ്ഞല്ലോ അബൂബക്കർ മുഹമ്മദ് അദ്ദേഹം ഒരു മജ്നൂനാണ് എന്ന്, തലക്ക് സുഖമില്ലാതെ ചില വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോഴിതാ അതിനൊരു തെളിവ് കൂടെ ലഭിച്ചിരിക്കുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി, അതുപോലെ തന്നെ 7ാം ആകാശത്തേക്ക് പോയി, പ്രവാചകന്മാരെ കണ്ടു, എന്തെല്ലാം വർത്തമാനങ്ങളാണ് മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബാക്കളെയും മുശ്രിക്കീങ്ങൾ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. അവർ ആശയക്കുഴപ്പമുണ്ടാക്കി. അവർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ട് ചോദിക്കുന്നുണ്ട്, അബൂബക്കർ, താങ്കൾ ഇത് വിശ്വസിക്കുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ടിൽ നിന്ന് ഇസ്രാ മിഅ്റാജിന്റെ വാർത്തകൾ അബൂബക്കർ റളിയല്ലാഹു തആല കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. മുശ്രിക്കീങ്ങളാണ് പറയുന്നത്. താങ്കൾ ഇത് അംഗീകരിക്കുമോ? ഇത് സത്യപ്പെടുത്താൻ താങ്കൾ തയ്യാറുണ്ടോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആലയുടെ മറുപടി, ലഇൻ കാന ഖാൽ ദാലിക്, അപ്രകാരം എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ലഖദ് സ്വദഖ്, തീർച്ചയായും ഞാനിതാ സത്യപ്പെടുത്തുന്നു. എന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിനെ സത്യപ്പെടുത്തുന്നു. ഇന്നി ലഉസദ്ദിഖഹു ഫീമാ ഹുവ അബ്അദ മിൻ ദാലിക്, അതിനേക്കാൾ വിദൂരമായത് ഞാൻ എന്റെ പ്രവാചകന്റെ പേരിൽ വിശ്വസിക്കുന്നു, സത്യപ്പെടുത്തുന്നു. 7 ആകാശത്തിന് ഉപരിയിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു എന്ന് സത്യപ്പെടുത്തുന്നവനാണ്, അംഗീകരിക്കുന്നവനാണ് ഞാൻ. ആ എനിക്ക് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7ാം ആകാശത്തിലേക്ക് യാത്ര ചെയ്തു എന്നത് വിശ്വസിക്കാൻ ഇത്ര തടസ്സം? പല വാർത്തകളും കുറച്ചൊന്ന് കേട്ട് ഒരൽപ്പം കാലമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരല്പ സമയത്തിന് ശേഷമാണ് പലരും സത്യപ്പെടുത്തിയത് എങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട താമസം ഇസ്ലാമിനെ, റസൂലുള്ളാഹിയുടെ വാക്കുകളെ സത്യപ്പെടുത്താൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായി. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതം വളരെ മെലിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. നല്ല വെളുത്ത നിറമായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ മുഖം ഒട്ടിയ രൂപത്തിലായിരുന്നു. കവിളിൽ മാംസങ്ങൾ നന്നേ കുറവായിരുന്നു. കണ്ണുകൾ ഒരൽപ്പം കുടിഞ്ഞുപോയ രൂപത്തിലായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരപ്രകൃതം. വയറ് ഒട്ടിയത് കൊണ്ട് തന്നെ പലപ്പോഴും വസ്ത്രം പതുക്കെ താഴേക്ക് നീങ്ങുന്ന രൂപത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അസിഫാത്തുൽ ഖുൽഖിയ്യ, സ്വഭാവപരമായിട്ടുള്ള വിശേഷണങ്ങൾ, അത് മഹത്വമുള്ളതാണ്. അങ്ങേയറ്റത്തെ കരുണയുള്ള മനസ്സായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന ഒരു കാരുണ്യം, ഇസ്ലാം എന്നൊരു വലിയ സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അത് മിണ്ടാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 6 സ്വഹാബികൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രബോധനത്തിലൂടെയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അതിനുശേഷവും ശക്തമായ പ്രബോധന പ്രവർത്തനം നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള അടിമകൾ അവർ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ
ശക്തമായ പീഡനങ്ങൾ, ക്രൂരമായ പീഡനങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നു. അത് കണ്ടു സഹിക്കാൻ കഴിയാതെ തന്റെ സമ്പത്തിന്റെ ഒരു വലിയ വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആലയെ പോലെയുള്ള സ്വഹാബാക്കളെ അദ്ദേഹം മോചിപ്പിക്കുകയും അവരെ വെറുതെ വിടുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശദീദുൽ ഹയാ, നല്ല ലജ്ജയുള്ള നാണമുള്ള വ്യക്തിയായിരുന്നു. ധാരാളം ദാനധർമ്മം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ തന്റെ വീട്ടിലുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും റസൂലുള്ളാഹിയുടെ കയ്യിൽ കൊടുത്ത്, ഇനി അബൂബക്കർ വീട്ടിൽ എന്താണ് മിച്ചമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, ഇനി എന്റെ വീട്ടിൽ മിച്ചമുള്ളത് അള്ളാഹുവും അവന്റെ റസൂലും മാത്രമാണ് എന്ന് മറുപടി പറയുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ദാനധർമ്മത്തിൽ മത്സരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയിലെ കൂട്ടുകാരനായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ സ്വാഹിബ് എന്ന ഒരു പേരിൽ കൂടെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ അത് ശത്രുക്കൾ പോലും അംഗീകരിച്ചു. ഹിജ്റയുടെ ഘട്ടത്തിൽ മക്കയിൽ നിന്ന് ഹിജ്റ പോകാൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത് ഇബ്നു ദുഗിന്ന എന്നു പേരുള്ള അമുസ്ലിമായ മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു തന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നത്, അബൂബക്കർ, താങ്കളെപ്പോലെയുള്ള ആളുകൾ, അദ്ദേഹത്തിന് ഇസ്ലാമിനോട് ശത്രുതയുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശത്തോട് ശക്തമായ അമർഷമുണ്ട്, എങ്കിലും അദ്ദേഹം ഉള്ളു തുറന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആലയോട് സംസാരിക്കുന്നു, അബൂബക്കർ, താങ്കളെപ്പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ഇവിടെ നിന്ന് പുറത്തു പോവുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത്. കാരണം താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന വ്യക്തിയാണ്, ഭാരം ചുമക്കുന്നവരുടെ ഭാരം വഹിക്കുന്ന വ്യക്തിയാണ്. ആർക്കെങ്കിലും കെടുതികൾ ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാണ്, തണലാണ് താങ്കൾ. നന്മ ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇവിടെ നിന്ന് പോകരുത് എന്ന് അമുസ്ലിമായ മുശ്രിക്കായ ഒരു മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ തടഞ്ഞു നിർത്തി പറയുകയും അദ്ദേഹത്തിന് മക്കയിൽ സംരക്ഷണം നൽകുകയുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഖലീഫയായി സൂചനകൾ നൽകിയത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനാണ്. അടുത്ത ഖലീഫയായി ആരെ തെരഞ്ഞെടുക്കണമെന്ന സൂചനകൾ പലയിടങ്ങളിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രയാസ ഘട്ടത്തിൽ നമസ്കരിക്കാൻ പോലും പള്ളിയിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നപ്പോൾ ആ രോഗശയ്യയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുറു അബാ ബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ കൽപ്പിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ കഴിയാതെ വരുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആണ് പകരമായി നിൽക്കേണ്ടത് എന്നതിൽ വ്യക്തമായ സൂചനയാണ്. അടുത്തതായി തന്റെ പിൻഗാമിയായി ഞാനില്ല എങ്കിൽ അബൂബക്കറാണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു സംസാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭരണമേറ്റെടുത്തു. മുസ്ലിമീങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു, ഞാനിതാ ഭരണം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബി ഖൈരിക്കും, നിങ്ങളെക്കാൾ ഒരു ഖൈറായ വ്യക്തിയല്ല ഞാൻ. ഒരിക്കലും ഒരു ഉജുബ്, ഞാൻ വലിയവനാണ് എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാം ഇനി എന്നെ അനുസരിക്കണം, ഞാനാണ് നിങ്ങളുടെ മുകളിൽ, ഞാനാണ് എല്ലാം കൊണ്ടും ഉയർന്നു നിൽക്കുന്നവൻ എന്ന രൂപത്തിലല്ല. നിങ്ങൾ നന്മയിൽ എന്നെ സഹായിക്കുക, എന്റെ പക്കൽ വല്ല അബദ്ധങ്ങളും വന്നു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ നേരെയാക്കുക, എന്നെ തിരുത്താൻ നിങ്ങൾ തയ്യാറാവുക എന്നിങ്ങനെ തുടങ്ങി മനോഹരമായി മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഹിജ്റ 11 മുതൽ 13 വരെയായിരുന്നു മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം. വളരെ കുറഞ്ഞ കാലത്തെ ഭരണത്തിനുള്ളിൽ തന്നെ വളരെ വലിയ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചത്. ഫിത്നകൾ ശക്തമായപ്പോൾ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ചില ആളുകൾ സക്കാത്ത് നിഷേധിച്ചു, ഇസ്ലാമിൽ നിന്ന് ചില ആളുകൾ പുറത്തേക്ക് പോയി. കള്ളപ്രവാചകന്മാരുടെ രംഗപ്രവേശനം ഉണ്ടായപ്പോൾ പല പുതുമുസ്ലിമീങ്ങളും അവരുടെ പിറകെ പോയി. ആ ഫിത്നകളെയെല്ലാം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇല്ലാതാക്കുകയും ശരിയായ ഇസ്ലാം അവരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ജമുൽ ഖുർആൻ
മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വലിയ സേവനമാണ്. അദ്ദേഹം രോഗിയായി, ശക്തമായ രോഗത്തിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അദ്ദേഹം ഒരിക്കൽ വിളിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ഇന്നത്തെ ദിവസം ഏതാണ്? ആയിഷ റളിയല്ലാഹു തആല മറുപടി, തിങ്കളാഴ്ച ദിവസമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ഏത് ദിവസമാണ്? ആയിഷ റളിയല്ലാഹു തആല മറുപടി പറഞ്ഞു, തിങ്കളാഴ്ച ദിവസമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുള്ളത്. എന്നാൽ എനിക്ക് നബിയിലേക്ക് ചേരാനുള്ള ദിവസമാണ് ഇന്ന് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. എത്ര തുണിയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തിട്ടുള്ളത്? യമനിൽ നിന്ന് കൊണ്ടുവന്ന 3 തുണികളിലാണ് എന്ന് നമ്മുടെ ഉമ്മ മറുപടി പറഞ്ഞു. ഒരു പഴക്കം ചെന്ന ഒരു തുണി നമ്മുടെ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ച് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇതിലേക്ക് 2 തുണി കൂടെ ചേർത്ത് എന്നെ നിങ്ങൾ മറവ് ചെയ്യണം. ആയിഷ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉപ്പ, ഒരു പുതിയ തുണി ഉപ്പാക്ക് വാങ്ങിത്തരട്ടെ. എന്തിനു വേണ്ടിയാണ് ഈ ഒരു പഴയ തുണി തെരഞ്ഞെടുത്തിട്ടുള്ളത്? ഒരൽപ്പം മുന്തിയ നല്ല തുണി നൽകട്ടെ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മറുപടി, പുതിയത് ജീവിച്ചിരിക്കുന്നവർക്കാണ് ആവശ്യം. മരണപ്പെടാനിരിക്കുന്ന, മരിച്ചു മയ്യത്താകാൻ പോകുന്ന ഒരു മനുഷ്യന് എന്തിനു വേണ്ടിയിട്ടാണ് പുതിയ തുണിയുടെ ആവശ്യം? ജീവിച്ചിരിക്കുന്നവർക്ക് പുതിയത് നൽകുക, മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ആ പഴയ തുണി മതി എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്ക് തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുവേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളിൽ ചേർക്കുകയും ചെയ്യണേ എന്ന് അവസാനമായി കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥിച്ചു. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. അസ്മാ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വസിയത്ത് പോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. 2 വർഷവും 3 മാസവും 10 ദിവസവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. അല്ലാഹു തആല ആ മഹാന്മാരുടെ കൂടെ നാളെ ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.